എൻ്റെ കൊറോണ കാല ചിന്തകൾ. ഞാനൊരു സ്വപ്നജീവിയാണോ? സ്വപ്നങ്ങൾ കാണുന്ന കാര്യത്തിൽ ഞാനൊരു രാജകുമാരനാണ്. സ്വപ്നത്തിലൂടെ ഞാൻ സഞ്ചരിക്കാത്ത രാജ്യങ്ങളില്ല, കാണാത്ത സ്ഥലങ്ങളുമില്ല. ചിലപ്പോൾ രാജാവായിട്ട്, ചിലപ്പോൾ വലിയ സിനിമാ നടനായിട്ട്, മറ്റു ചിലപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ഭരണാധികാരിയായിട്ട്, വീണ്ടും ചിലപ്പോൾ ഏറ്റവും വലിയ സംഗീതജ്ഞനായിട്ട്. വേഷത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാം ഞാൻ തന്നെയാണ്. കനവ് കാണുന്ന സ്വഭാവം കൊറോണ കാലത്ത് വളരെ കൂടുതലാണെന്ന സത്യം മറച്ചു വയ്ക്കുന്നില്ല. കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിർദ്ദേശങ്ങൾ ഇത്രമാത്രം അക്ഷരാർത്ഥത്തിൽ നടപ്പിൽ വരുത്തിയ എന്നെപ്പോലെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. വ്യക്തിഗത അകലവും സാമൂഹ്യ അകലവുമൊക്കെ കൊറോണയുടെ വ്യാപനത്തിന് തടയിടാൻ അത്യാവശ്യമാണെന്ന് സർക്കാർ നിർദ്ദേശിച്ച ഉടൻ പൂട്ടിയതാണ് എൻ്റെ വീടിൻ്റെ ഗേറ്റ്. ആകെ കൂടി റേഷൻ വാങ്ങുന്നതിനു വേണ്ടി മാത്രമാണ് ഒരിക്കൽ ഗേറ്റ് തുറന്നത്. അതും മറ്റാരും കാണാതെ ഒരു കള്ളനെ പോലെയാണ് വീടിൻ്റെ തൊട്ടടുത്തുള്ള റേഷൻ കടയിൽ പോയി സർക്കാർ ഫ്രീ ആയി തന്ന 15 കിലോ അരി വാങ്ങിയത്. എത്രയോ പ്രാവശ്യം സോപ്പിട്ടും അല്ലാതെയും കൈയും മുഖവും കഴുകുന്നുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ആഹാരം കഴിക്കുന്നതിന് മുൻപ് പോലും കൈ കഴുകാൻ താല്പര്യം കാണിക്കാതിരുന്ന ഞാൻ ഇപ്പോൾ വൃത്തിയുടെ കാര്യത്തിൽ അഗ്രഗണ്യനായിരിക്കുന്നു. കൊറോണ കാലത്ത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കിനാവ് കാണുകയെന്നതാണ്. അതിന് പകലെന്നും രാത്രിയെന്നുമുള്ള വ്യത്യാസമില്ല. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ സ്വപ്നം കാണലില്ലായിരുന്നെങ്കിൽ ജീവിതം എത്രയോ വിരസമാകുമായിരുന്നെന്ന്. ജോലിയൊന്നും ചെയ്യാതെ സർക്കാർ ചിലവിൽ ഇങ്ങനെ സ്വപ്നം കാണാൻ സാധിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇന്നലെയും പതിവ് പോലെ നല്ല കിനാക്കൾ നെയ്തെടുത്താണ് ഞാൻ ഉറങ്ങാൻ കിടന്നത്. രാജകുമാരനായി അങ്ങനെ പാറി പറന്ന് നടന്ന് ഉച്ചത്തിലുള്ള ഒരു വിളി കേട്ടാണ് ഉണർന്നത്. ഞാൻ പുതപ്പിനടിയിലൂടെ ഒളികണ്ണിട്ട് നോക്കി. വാർദ്ധക്യത്തിലേക്ക് കടന്ന മുടിയൊക്കെ നരച്ചു തുടങ്ങിയ ഒരു സ്ത്രീ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ ഉറക്കമുണർന്ന് ചുറ്റും നോക്കി. അപ്പോൾ ആ സ്ത്രീ അധികാരത്തോടെ എൻ്റെ മുഖത്തു നിന്നും പുതപ്പ് വലിച്ചു നീക്കി. അത് മറ്റാരുമായിരുന്നില്ല, എൻ്റെ ഭാര്യയായിരുന്നു.